നിങ്ങൾ 18 വയസ്സ് പൂർത്തിയായ ഒരാളാണെങ്കിൽ മാത്രം ഈ സിനിമ കാണുക. കാരണം ആ രണ്ട് അധ്യാപികമാരും അന്നൊരൊറ്റ രാത്രി കൊണ്ട് ആ വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് വലുതായിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു ഉൾനാടൻ ഗ്രാമം. അവിടേക്ക് രണ്ട് അധ്യാപികമാർ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായിട്ട് പോവുകയാണ്. അവിടെ എത്തി ജോലിയൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാൻ നേരത്ത് അവരവിടെ ഒരു പ്രദേശത്ത് വളരെ ഒറ്റപ്പെട്ട നിലയിൽ ഒരു വീട് കാണാനിടയാണ്. അങ്ങനെ എന്തായാലും ആ വീട്ടിൽ കൂടെ കയറിയിട്ട് പോകാം എന്ന് കരുതി ഈ രണ്ട് അധ്യാപികമാരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തുന്ന ഈ അധ്യാപികമാര് ഒരു ഗർഭിണിയായ സ്ത്രീ വളരെയധികം സന്തോഷത്തോടെ അവിടേക്ക് സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ ഗർഭിണിയായ സ്ത്രീയോട് ഈ അധ്യാപികമാര് ആ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ചോദിക്കുമ്പോഴെല്ലാം തന്നെ അവരിൽ നിന്നുള്ള ഉത്തരം ഒട്ടും വ്യക്തമല്ലായിരുന്നു. അവരെന്തൊക്കെയോ ആലോചിച്ച് മെനഞ്ഞെടുത്ത് പറയുന്നത് പോലെ ഈ അധ്യാപികമാർക്ക് തോന്നി. ആ സ്ത്രീയുടെ വിചിത്രമായ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിൽ ആ രണ്ട് അധ്യാപികമാർക്കും ഒരുപാട് സംശയങ്ങൾ തോന്നിയിരുന്നു. അങ്ങനെ രണ്ട് അധ്യാപികമാരും അവരുടെ ജോലി പൂർത്തിയാക്കി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ പരസ്പരം വീണ്ടും സംസാരിച്ചപ്പോൾ അവർക്ക് ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നു. അങ്ങനെ അവർ വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നേരം അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. എന്നാൽ അന്ന് രാത്രി വളരെ വിചിത്രമായ പല കാഴ്ചകളും അവരവിടെ കാണാനിടയായി. ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അവരുടെ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. പുഷ്കർ മഹാബാൽ സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ വെൽക്കം ഹോം എന്ന ഹിന്ദി സിനിമയെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എപ്പോഴും കാണുന്ന പോലുള്ള ഒരു പ്രേതപ്പടമാണെന്ന് കരുതി നിങ്ങളത് കാണാതിരിക്കരുത്. കാര്യം ഇതൊരു പ്രേതപ്പടമല്ല. ഇത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഏകദേശം കാര്യങ്ങളും അന്ന് അവിടെ റിയലായിട്ട് നടന്നതും പോലീസിന്റെ FIR റിപ്പോർട്ടിൽ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ സിനിമ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്.